കിട്ടിയാ മതിയായിരുന്നു. അല്ല ഇവിടുത്തെ വേലക്കാരിത് എവിടെ പോയി കിടക്കുക? എടാ ആന്റപ്പോ ഇവന് എടാ ആന്റപ്പാ. ഓ ദേവന് ചിരിച്ചോണ്ട്. എടാ നീ ഇത് എവിടെയായിരുന്നു? അപ്പുറത്തുണ്ടായാ പോരാ. എടാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എടാ ഇന്ന് ഗോപിക മോളി പെണ്ണ് കാണാൻ ആള് വരും. ആരെ? നമ്മുടെ മോളിയോ? നമ്മുടെ അല്ല, എന്റെ ഗോപിക മോള്. നിങ്ങളെ മോളല്ലേ എന്റെ അമ്മോ. എടാ നീ വേലക്കാരൻ കടന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളല്ലേ. ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടത് പറയും. എന്താ ചെയ്യേണ്ടെന്ന്? എടാ ഇന്ന് പെണ്ണ് കാണാൻ ആള് വരത്തില്ലേ? അവർക്ക് നല്ലൊരു പാർട്ടി കൊടുക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ മോളെ പെണ്ണ് കാണാൻ പോലെയാണ്. ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഇപ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഏത് മറ്റേ കാര്യങ്ങള്? മറ്റേ കാര്യം നമ്മൾ അപ്പുറത്തെ ഗോപാലേട്ടനായിട്ടൊരു അത് മിണ്ടരുത്. അത് വേണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ ആ ജോഡിക്കൂട്ടനായിട്ടുള്ള അങ്ങനത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഒറ്റ പണി ചെയ്യാം. നമുക്ക് മറ്റേ 9ാം ക്ലാസ് ഒളിച്ചോടി പോയ കാര്യം പറയാൻ പറ്റുമോ? അച്ഛനല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. എല്ലാ കാര്യം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതൊക്കെ പറഞ്ഞ കല്യാണം മുടങ്ങി പോകും മനുഷ്യ. അതുകൊണ്ട് ഇതൊന്നും പറയരുത്. ഞാൻ ഒരു കാര്യം പറയാം. നീ ഒരു കാര്യം ചെയ്യും. അവർ വരുമ്പോ നമുക്ക് നല്ലൊരു വിരുന്ന് കൊടുക്കണ്ടേ? നീ തൽക്കാലം മാർക്കറ്റിൽ പോയിട്ട് ഒരു 5 കിലോ വാട്ടിറച്ചി, ഒരു 3 കിലോ വെളിച്ചെണ്ണ, ഒരു 25 കോഴിമുട്ട പോയി വാങ്ങിട്ട് വാ. പട്ടിയെ കടിക്കാനായിട്ട് ഓടിക്കണം. നീ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. നിങ്ങൾ പേടിച്ചിട്ട് ജീവൻ പുറത്തു പോയില്ലേ? നീ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ സാധനങ്ങളല്ലേ? അല്ല നിങ്ങൾക്ക് ഒരു തീരെ ധൈര്യം. എന്ത് പറ്റിയതോ? നിങ്ങളൊരു കാര്യം അറിയാം. ആ പട്ടിന്റെ മാർക്കറ്റിൽ ഇതുവരെ കടിക്കാനായിട്ട് ഓടിക്കുക അറിയാം. എന്നിട്ട് ഞാൻ ആ സാധനങ്ങൾ തെരഞ്ഞു നടക്കുക. സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ എന്റെ പൊന്നു മുതലാളി ആ പട്ടി കടിക്കാനായിട്ട് ഓടിക്കാണല്ലോ. ഓടിക്കുന്ന സമയത്ത് ഉടനെ തന്നെ പൊങ്ങളുടെ കല്ലെടുത്ത് എറിഞ്ഞില്ലേ? അതുപോലെ എനിക്ക് എന്ത് ചെയ്യട്ടെ? എന്റെ കയ്യിൽ ഉടനെ കിട്ടിയതാ. എന്താ കിട്ടിയത്? മട്ടൻ എടുത്ത് ഒരു പീസ് എടുത്ത് ഞാനൊരു ഒറ്റയേറ് പട്ടി ഒറ്റ കാട്ടി. ഉടനെ തന്നെ മറ്റേ പീസ് എടുത്തൊരു ഒറ്റയേറ് ആ പട്ടി അത് രണ്ടാമതൊരു കാട്ടി. ഇല്ല പൊന്നു മുതലാളി എന്തിനെങ്ങനെ പറയുന്നത്? ഈ 5 കിലോ മട്ടൻ ഞാൻ ചറ പറയാതെ വാങ്ങി. അപ്പൊ എനിക്ക് മട്ടന്റെ പ്രതീക്ഷ ഒന്നും വേണ്ട. മട്ടന്റെ പ്രതീക്ഷ പോയാലെന്താ? എന്റെ പൊന്നു മുതലാളി പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്താന്ന് വെച്ചാല് എന്നെ കടിക്കാനിട്ട് ഓടിക്കുന്ന ആദ്യത്തെ വരുത്തിനുണ്ടല്ലോ, പട്ടിയൊക്കെ പാടെ ഇങ്ങനെ ഇരുന്ന ഈ 5 കിലോ മട്ടനും കൂടെ തിന്നപ്പോണ്ടല്ലോ പട്ടിയൊക്കെ പാടാ ചീർത്ത് വീപ്പ കൂറ്റി പോലെ. ഇപ്പൊ എന്താ പോന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടോ? ഏതായാലും മട്ടനൊക്കെ പോട്ടെ. കോഴിമുട്ട എന്ത്? കോഴിമുട്ട ഈ മട്ടനോട് എറിഞ്ഞിട്ട് പട്ടി പോയോ? പോയില്ല. പിന്നെ അതിന്റെ പിന്നെ പുറകെ കിടന്ന് ഓടല്ലേ? ഓടുന്ന സമയത്ത് ഉടനെ തന്നെ രണ്ടാമതിന്റെ കൈമ കിട്ടിയെന്താ? ഈ 25 പൊട്ടിയാ അതെടുത്ത് ഞാൻ ഏറോടേറാ 25 എടുത്തു. അത് പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നിങ്ങൾ പണ്ടിനോട് പറഞ്ഞില്ലേ ഈ തെങ്ങി വീഴാൻ ഒരു ബെസ്റ്റ് സാധനമാണ് വെളിച്ചെണ്ണ? അത് എനിക്ക് അപ്പാണ്ട് ഓർമ്മ വന്നിട്ട് എന്റെ ഭാഗ്യത്തിന് ഉടനെ തന്നെ 5 ലിറ്റർ വെളിച്ചെണ്ണ എടുത്ത് റോട്ടുമ്പോഴേക്ക് ഒറ്റ ഒഴിച്ചാലെന്താ മുതലാളി? ഒഴിച്ചാണ്ട് കഴിഞ്ഞപ്പോ പട്ടിന്റെ മുതലാളി എന്റെ പിറകെ വന്നിട്ട് ഇങ്ങനെ അതിന്റെ കളി കണ്ട ചിരിച്ച് 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 മണ്ണ് കപ്പിപ്പോവും. ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കട്ടെ ഇത് കണ്ടിട്ട്. ആ തൊട്ടടുത്ത് നായി അങ്ങനെ ഓടി ഇവിടെ എത്തിയല്ലേ ഞാൻ. എടാ നിന്നെയൊക്കെ വേലക്കാരനാകെ എന്നെ വേണം സമ്മതിക്കാൻ. ഏതായാലും ഇതൊക്കെ പോയില്ലേ? എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പട്ടി അടിക്കാൻ പോകുന്ന ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചേക്കണം. എന്തിനാണ് നിങ്ങൾ ഇടിക്കണെന്നോ? നിങ്ങൾ ഇടിച്ചാ പറയാം നിന്റെ കൊല്ലണോ മുതലാളി? എന്ത് മുതലാളി? മുതലാളി ഇടിക്കുന്ന ആരെങ്കിലും എന്ത് നാണക്കേട്? നിങ്ങൾക്ക്
എന്താറിയോ നിങ്ങൾ പറഞ്ഞ ഒറ്റ സംഭവത്തിന് പോലെ അത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പൊന്നു മുതലാളി, ഞാൻ ആ ചന്തയിൽ സാധനം മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു വീഡിയോ കുലായിൽ വെറുതെ ഒരു മറ്റു ചുരുട്ട് കൂടി കിടക്കരുത്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോഴാണ് മുതലാളി ആ പട്ടി എന്നെ കടിക്കാനിട്ട് ഓടിച്ചേക്കുന്നത്. നീ എന്താടാ വൈജു വളരെ വിഷമിച്ചിരിക്കണത്? ഒന്നും പറയണ്ട എന്റെ പണിക്ക്. നീ നല്ല കള്ളു കുടിച്ച് വീലായിട്ട് തോക്കെടുത്തിന്റെ ഭാര്യ വെടിവെക്കാൻ പോയെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു, ശരിയാണ്? ആ ശരി, അത് എനിക്കൊരു അബദ്ധം പറ്റിയ എന്റെ പണിക്കലാട്ടോ. ഞാൻ ഈ എന്റെ കള്ളുകൂടിയാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഈ കള്ളുകൂടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കണെന്ന്. ഇനി മുതൽ ഏതായാലും നീ തോക്കെടുത്ത് കള്ളും കുടിച്ച് നിന്റെ ഭാര്യ വെടിവെക്കാൻ നോക്കൂലല്ലോ. ഇല്ല, സത്യമായിട്ടും വരിക. ഇനി കള്ളു കുടിച്ചോണ്ട് ഞാൻ വെടിവെക്കത്തില്ല. കള്ളു കുടിക്കാതെ ഞാൻ വെടിവെക്കും. അതെന്താ? ആ കള്ളു കുടിച്ചതിന് ഉന്നം തെറ്റു വന്നു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പണിക്കലായിട്ടൊരു കാര്യമല്ലല്ലോ. നമ്മൾ ആണുങ്ങൾ പറഞ്ഞ പെണ്ണുങ്ങൾ അനുസരിക്കണം, വേണ്ടേ? പിന്നെ വേണം 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 അനുസരിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ലെന്ന്. ആട്ടെ, നീ എന്ത് കാര്യോ പറഞ്ഞത്? എന്റെ പണിക്കലായിട്ടാ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നും രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവള് കുറച്ച് ദിവസമൊക്കെ പോയി. ഇങ്ങനെ അവള് പോയില്ല, അവൾക്ക് ഭയങ്കര പാടി. അല്ല, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പോകണമെന്ന് പറയാൻ എന്ത് അത്രക്ക് ഭക്തിയാണ്? ഭക്തിയുടെ ഒന്നും അല്ലെന്ന്. ഈ അവള് അമ്പലത്തിൽ പോയി കഴിയുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ അവളുടെ ആ തിരുമോന്ത കണി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഒരു ഐഡിയ ആണല്ലോ. ഏതായാലും നാളെ മുതൽ രാവിലെ എല്ലാ ദിവസവും ഞാൻ കമലുവിനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. വെരി ഗുഡ്, അങ്ങനെ വേണം. അത് പോട്ടെ, നീ നേരത്തെ കല്യാണിയെ വെടിവെക്കാനായിട്ട് ഒരു തോക്ക് ഉപയോഗിച്ചെന്ന് കേട്ടല്ലോ. ഈ തോക്കിനൊക്കെ എവിടുന്നാ കിട്ടിയത്? അതെന്റെ അനിയന്റെ തോക്കാണ്. അവൻ ഒന്നാന്തരം ഒരു വേട്ടക്കാരൻ, അറിയോ? ആണോ? പിന്നെ പുലിനെ പിടിക്കാൻ അവനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ആഹാ, അവൻ അത്ര ഭയങ്കരനാണ്? ആളോന്ന്. ഒരു ദിവസം അവൻ തേക്കടി കാട്ടിക്കൂടി പോകുമ്പോഴേ 50 പുലി അവന്റെ ചുറ്റിനും കൂടിയില്ലേ. തേക്കടിയിൽ 50 പുലിയാ? സത്യം, 50 പുലിയുടെ 99 കണ്ണുകളും അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു, അറിയാമോ? 50 പുലിക്ക് 99 കണ്ണാ? 100 കണ്ണല്ലേ വൈജു? അതിലൊരു പുലി ഒറ്റക്കണ്ണനാണ്. അവൻ പെട്ടെന്ന് നോക്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വെടിവെച്ച് കൊന്നു കളഞ്ഞു. വെറുതെ അടിച്ചു വിടാതെ വൈജു, തേക്കടിയിലാണ് ഒറ്റ പുലി പോലും ഇല്ലല്ലോ. എങ്ങനെ വേണം? അവൻ എല്ലാത്തിനും നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇവിടെ എവിടെ പുലി ഉണ്ടെങ്കിലും ശരി, അവൻ എല്ലാത്തിനും തട്ടിക്കളയും. അവൻ ആറേക്ക് ആവുമ്പോൾ അയ്യോ, ആരാ മനസ്സിലായില്ല? ഞാൻ ശംഭു. അല്പം ശംഭു തരും. ശംഭു കാണിച്ചാൽ എന്നാ വേണം തരാം. ആ സിക്കാരി ശംഭു ഒന്ന് കാണിച്ചു തരാൻ പറ്റും? സിക്കാരി ശംഭു ആണോ? പിന്നെ എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിയണം. അതെ, ഈ ചിമ്പാൻസിനെ പിടിക്കുമോ? അപ്പൊ തന്നെ ചിമ്പാൻസിനെ പിടിക്കാനല്ല ഞാൻ ഈ തോക്കും കോട്ടും സൂട്ടും ഒക്കെ എത്തിയിരിക്കുന്നത്. ആണോ? പിന്നെ പിടിക്കണ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നത്. പെട്ടെന്ന് പിടിക്കൂ. പെട്ടെന്ന് പിടിക്കാം. ഈ ചിമ്പാൻസിനെ എവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടിയിട്ടിരിക്കുന്ന സാധനത്തെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിളിച്ചത്. എടോ മനുഷ്യ, അതാ പുളിമരത്തിന്റെ മേളിൽ ഇരിക്കണാണ്, മനസ്സിലായ? അതാണ് ചിമ്പാൻസി. അതാണ് ചിമ്പാൻസി. ഇപ്പൊ ഞാൻ കേസ് കൊടുക്കാം. രാഘവനെതിരെ ഈ നിമിഷം ഞാൻ കേസ് കൊടുക്കും. പോലീസിനെ വിളി. എന്തിന്? എന്തിനാ? 20 വർഷം മുമ്പ് അവനെന്നെ ചിമ്പാൻസി വിളിച്ചറിയാമോ? 20 വർഷം മുമ്പ് ചിമ്പാൻസി വിളിച്ചത് ഇപ്പോഴാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴല്ലടാ ഈ വൃത്തികെട്ട ജീവിനെ കാണുന്നത്. അതൊക്കെ പോട്ടെ, ആ സംഭവം ഒക്കെ പോട്ടെ, അതെല്ലാം മറക്കും. ഞാൻ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കറക്റ്റ് ആയിട്ട് ഒന്ന് ആൻസർ തരണം. അത് പറയാം. പത്രത്തിന് വേണ്ടിയിട്ടാണ്. ശംഭു ചെറുപ്പത്തിൽ ആരായിരുന്നു? ചെറുപ്പത്തിൽ ഞാൻ വളരെ കുഞ്ഞായിരുന്നു, പിന്നെ ചോറൊക്കെ നിന്ന് വലുതായതാ. അപ്പൊ ശംഭുന്റെ അച്ഛനെ ഈ ഇവിടെ വേട്ടപ്പട്ടി സൂസിയാണത്. വേട്ടപ്പട്ടിയാണ്? ചിമ്പാൻസിനെ പിടിക്കാനായിട്ട് എന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന വേട്ടപ്പട്ടി സൂസിയല്ലേ? ഓ, വേട്ടപ്പട്ടിയാണ്. അതെ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്? ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പട്ടിയാണത്. എന്താണ്? എന്നാണ് പറഞ്ഞാൽ ആ നിമിഷം സൂസി കുരക്കും. ഈ പട്ടി കുരക്കും? ഞാൻ പറഞ്ഞാൽ കുരക്കും. നീ പറഞ്ഞാലും കുരക്കും, ബിസ്ക്കറ്റും പാലും കൊടുക്കണം. ഞാൻ പറഞ്ഞാലും അവള് കുരക്കും. ആര് പറഞ്ഞാലും കുരക്കും.